പി ക്യു 9 സെൻറ്റിമീറ്റർ. ഇതിൽ എം എന്ന ഒരു ബിന്ദുവുണ്ട്. പി എം ക്യു എം ഇവയുടെ നീളങ്ങൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. പിയിൽ നിന്ന് എത്ര അകലെയാണ് എം? അപ്പോൾ നമുക്ക് നോക്കാം. പി ക്യു എന്ന ഒരു രേഖയുണ്ട് വിചാരിക്കുക. ഇതിൻ്റെ നീളം എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്. 9 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ എം എന്ന ഒരു ബിന്ദു ഉണ്ട്. ഇതിലിവിടെ എം എന്ന ഒരു ബിന്ദു ഉണ്ട്. പി എം ക്യു എം ഇവയുടെ നീളങ്ങൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. അതായത് പി എം 1 ആണെങ്കിൽ ക്യു എം 2 ആണ്. പിയിൽ നിന്ന് എത്ര അകലെയാണ് ക്യു? പിയിൽ നിന്ന് എത്ര അകലെയാണ് എം? ഇതാണ് നമുക്ക് ഈ പി എമ്മിൻ്റെ നീളമാണ് കാണേണ്ടത്. പി എം സമം എത്ര? ഇതാണ് നമുക്ക് കാണേണ്ടത്. നോക്കാം എങ്ങനെ കാണും. അപ്പോൾ എങ്ങനെ ഇപ്പോൾ കാണേണ്ടത്? പി എം പ്ലസ് പി എമ്മും ക്യു എമ്മും കൂടി കൂട്ടുമ്പോൾ 9 കിട്ടണം അല്ലേ? പി എം പ്ലസ് ക്യു എം സമം 9 സെൻറ്റിമീറ്റർ ആണ്. പി എം പ്ലസ് ക്യു എം അതായത് പി ക്യു എന്നുള്ളത് 9 സെൻറ്റിമീറ്റർ ആണ്. ഇവയുടെ അംശബന്ധം അതായത് പി എം ഈസ് ടു ക്യു എം സമം 1:2 ആണ്. പി എം ഈസ് ടു ക്യു എം സമം 1:2. അപ്പം എങ്ങനെ കിട്ടും? പി എം എന്നുള്ളതിനെ നമുക്ക് 1x എന്നും ക്യു എം എന്നുള്ളതിനെ 2x എന്നും എടുക്കാം. സമം എത്ര കിട്ടണം? 9 സെൻറ്റിമീറ്റർ ആണ്. 1xും 2xും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 9 സെൻറ്റിമീറ്റർ കിട്ടും. 1xും 2xും കൂടി കൂട്ടിയാൽ 3x സമം 9 സെൻറ്റിമീറ്റർ. എക്സ് സമം 9 × 3 ഉള്ളത് ഇവിടെ വരുമ്പോൾ /3 എന്നാവും. 9/3 സമം 3. അപ്പോൾ എക്സ് സമം 3. ഇവിടുത്തെ എക്സ് ഏതാ? 1x ആണ്. അതായത് 1 ആണ്. ഇവിടെ എത്ര കിട്ടും? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം 3 സെൻറ്റിമീറ്റർ. എക്സ് സമം അതായത് ഏതിൻ്റെ നീളം? പി എം. നമുക്ക് പി എമ്മിൻ്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. പി എം സമം 3 സെൻറ്റിമീറ്റർ. നമുക്ക് എം ക്യുവിൻ്റെ അല്ലെങ്കിൽ ക്യു എമ്മിൻ്റെ നീളം കാണാം. ക്യു എം സമം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? അപ്പോൾ ഇത് 1x ആണെങ്കിൽ ക്യു എം എത്രയായിരുന്നു? 2x സമം 2 × 3 എത്രയാ? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ക്യു എം സമം 6 സെൻറ്റിമീറ്റർ. പി എം സമം 3 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ. ടോട്ടൽ 9 സെൻറ്റിമീറ്റർ.